ചൂടെടുക്കണോ? കറണ്ട് പോയി ഉണ്ണിയേ. ഹായ് സിയാന എന്താ ചെയ്യണേ? ഓ മൈ ഗാഡ്, സിയാന എഴുതി പഠിക്കുവാണോ? അയ്യടാ, ഡീഡ് അവിടെ എ ആയിപ്പോയല്ലോ. ഇറ്റ്സ് ഓക്കെ, സാരില്ല. ആരാ എഴുത്തന്നത്? മോന്റെ അപ്പാപ്പനാണ് എഴുത്തുന്നേ. ഹലോ ഗായ്സ്, വീണ്ടും റോഷ് ടോക്കിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന 4 മണി പലഹാരം. എല്ലാവർക്കും അറിയാം എന്ന് എനിക്കറിയാം, പക്ഷേ സ്റ്റിൽ ആൾക്കാർക്ക് ചിലർക്കെങ്കിലുമൊക്കെ ഒരു കൺഫ്യൂഷനും ഒരു സംശയമൊക്കെ ഉള്ള പുറം രാജ്യത്തുള്ള പ്രവാസികളായിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പഴംപൊരി, പല സ്ഥലത്ത് പല പേരുകളാണ്. ഏത്തക്കാപ്പം, പഴംപൊരി, ഇംഗ്ലീഷ് അതിനെ ബനാന ഫ്രൈഡ് ബനാന എന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ പഴംപൊരി. അപ്പം ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. പഴംപൊരി ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടുന്നത് മൈദപ്പൊടിയാണ്. 1.5 കപ്പ് മൈദപ്പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 1 കോഴിമുട്ട, കുറച്ച് ഉപ്പ് ചേർക്കണം. 1.5 കപ്പ് മൈദപ്പൊടിക്ക് 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാര, 1/2 ടീസ്പൂൺ പഞ്ചസാരയെങ്കിലും ആഡ് ചെയ്യുക. അതിനുശേഷം മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശമാവിൻ്റെ ഒരു പരുവായിരിക്കും. അത് ഒത്തിരി കട്ടി കാണില്ല, എന്നാൽ ഒത്തിരി വെള്ളം പോലെയല്ല. അതാ ഇതുപോലെയാണ് ഇരിക്കുക. അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത്. എനിക്ക് ഇത്തിരി വെള്ളം കൂടിപ്പോയെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ മൈദപ്പൊടി ഇട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾക്ക് നേന്ത്രപ്പഴം വേണം. നേന്ത്രപ്പഴം അതുപോലെ തന്നെ നല്ലതായിട്ട് അരിഞ്ഞ് വൃത്തിയാക്കി അവിടെ വെക്കുക. അതിന് ശേഷം നമ്മൾ സ്റ്റവ് ഒക്കെ ഓൺ ചെയ്ത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്ത് സ്റ്റൗവിൽ വെക്കുക. ആ പാൻ ഒന്ന് ചെറുതായി ചൂടായി എന്ന് തോന്നുമ്പോൾ അതിനകത്തേക്ക് ഓയിൽ, ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്, സൺഫ്ലവർ ഓയിൽ ചേർക്കുക. മിക്കപ്പോഴും പറ്റണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ചൂടാവുന്നതിന് മുന്നേ പഴംപൊരി ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കൊളായിപ്പോവും. അപ്പോൾ ഓയിൽ ചൂടായെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പഴത്തിൻ്റെ കഷ്ണം എടുത്ത് അതിനകത്ത് ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നന്നായിട്ട് പൊന്തി വരും. അപ്പോൾ അതിനർത്ഥം ആ ഓയിൽ നന്നായിട്ട് പരിവായെന്നാണ്. അപ്പോൾ നമുക്ക് ഒരു പഴം എടുത്തിട്ട്, ഒരു പഴത്തിൻ്റെ കഷ്ണം എടുത്തിട്ട് ഇതുപോലെ മാവിൽ ഡിപ്പ് ചെയ്ത് നമുക്കത് എണ്ണയിലിട്ട് അത്യാവശ്യം ഒരു ചെറിയ ഗോൾഡ് കളർ ആവണ വരെ നമുക്ക് അതിനെ മുരിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴംപൊരി റെഡിയാണ്. പിന്നെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പല രീതിയിലാണ് പഴംപൊരി ഉണ്ടാക്കുക. അപ്പോൾ ഞാനിതിനകത്ത് മഞ്ഞൾപ്പൊടിയോ എള്ളോ ഒന്നും ചേർത്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ചേർക്കാതിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാലും അത് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഏകദേശം പഴംപൊരി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിൽ കുറച്ച് ടിഷ്യൂ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് മാറ്റിയിട്ട് ടിഷ്യൂ പേപ്പറിന് മേലെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണ വേഗം അങ്ങ് പോകും. അപ്പോൾ നമ്മൾ കഴിക്കാൻ നേരത്തെ ഒത്തിരി എണ്ണ ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണേ. അപ്പോൾ നമ്മുടെ പഴംപൊരി അടിപൊളിയായിട്ട് ശരിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അത് കഴിക്കാം. സൂപ്പറാണ്. ഞങ്ങളെപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ്. ആർക്കും ഇനി 4 മണി പലഹാരം ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയരുത്. ഇത് എല്ലാവരും പോയി ട്രൈ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എൻ്റെ ചാനൽ. അവിടെ സൈഡിലുള്ള ബെല്ലൈക്കൺ ഇടിച്ച് പൊട്ടിക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. പിന്നെ വേറെന്താ ചെയ്യാനാ? ലവ് യു ഓൾ.